നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.ജെ. കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ അത് പിന്നാലെ വിവാദമാകുന്നു. അത് പിന്നീട് അത് തിരുത്തി പറയുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു തിരുത്ത് അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് അപ്രകാരമല്ല അല്ലെങ്കിൽ താൻ പറഞ്ഞത് അപ്രകാരമല്ല എന്നൊരു വിശദീകരണം വീണ്ടും മാധ്യമങ്ങളോട് പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും യു-ടേൺ അടിച്ചെന്ന് പറയുന്നത് ശരിയല്ല. അതായത് ആദ്യം രാവിലെ അദ്ദേഹം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കരുത്, രാഹുലിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നു. പിന്നാലെ പെരുന്നയിലെ ഒരു പൊതുവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്നു. അതിനുശേഷം പിന്നീട് വൈകുന്നേരത്തോടെ താൻ ഒരിക്കലും രാഹുലിനെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന ഒരു വിശദീകരണം നൽകുന്നു. അത് പിന്നാലെ വ്യാഖ്യാനിക്കപ്പെട്ടത് പറഞ്ഞ കാര്യത്തിൽ നിന്ന് മലക്കം മറിച്ചിലുണ്ടായി അല്ലെങ്കിൽ താൻ യു-ടേൺ അടിച്ചു രാഹുലിൻ്റെ കാര്യത്തിൽ എന്നതടക്കമുള്ള ഒരു വിശദീകരണം വന്നു എന്നാണ് പിന്നീട് പ്രചരിച്ചത്. എന്നാൽ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് യു-ടേൺ അടിച്ചെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പി.ജെ. കുര്യൻ വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാലക്കാട് മത്സരിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. രാഹുൽ കുറ്റവിമുക്തനായി. അച്ചടക്ക നടപടി പാർട്ടി പിൻവലിച്ചാൽ മത്സരിക്കുന്നതിനെ എതിർക്കില്ല എന്നാണ് രണ്ടാമത് പറഞ്ഞത്. ഇതിലെന്താണ് വൈരുദ്ധ്യമുള്ളത് എന്നാണ് പി.ജെ. കുര്യൻ്റെ ചോദ്യം. മന്നൻ ജയന്തി ആഘോഷത്തിനിടെ രാഹുൽ തന്നോട് സൗഹാർദ്ദ സംഭാഷണമാണ് നടത്തിയതെന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണിയും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. പ്രത്യേകിച്ച് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തത് ഈ രാവിലെ അദ്ദേഹം ഈ പറഞ്ഞ നിലപാടുകൾ, രാഹുലിനെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞ പ്രസ്താവനകൾ ഉച്ചയോടെ ഒരു പൊതുവേദിയിൽ കണ്ടപ്പോൾ ഇരുവരും സംസാരിക്കുന്നു. രാഹുൽ പി.ജെ. കുര്യൻ്റെ ചെവിയിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അതൊരു ഭീഷണിയായിരുന്നു അല്ലെങ്കിൽ തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളോട് ഒരു ഭീഷണി സ്വരത്തിലാണ് രാഹുൽ സംസാരിച്ചത് എന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു. അതുകൊണ്ട് ആ ഭീഷണി കേട്ടിട്ടാണ് പിന്നീട് പി.ജെ. കുര്യൻ നിലപാടിൽ മാറ്റം വരുത്തിയതെന്ന വ്യാഖ്യാനങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നാണ് പി.ജെ. കുര്യൻ വ്യക്തമാക്കുന്നത്. രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് നേരെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. തൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചാണ് രാഹുൽ ആ വേദിയിൽ വെച്ച് ചോദിച്ചത്. മറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് പി.ജെ. കുര്യൻ വ്യക്തമാക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയ ആവേശത്തിൽ തിരക്കിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് യു.ഡി.എഫ് നേതൃത്വം കടക്കുകയാണ്. അതിനിടെയാണ് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കടുത്ത നിലപാടുമായി പി.ജെ. കുര്യൻ രംഗത്തെത്തിയത്. സമീപകാലത്ത് പാർട്ടിക്ക് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കിയ രാഹുലിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നായിരുന്നു കുര്യന്റെ പക്ഷം. വിമർശനത്തിന് പിന്നാലെ പെരുന്നയിലെ NSS ചടങ്ങിൽ വെച്ച് രാഹുൽ കുര്യനെ നേരിൽ കണ്ട എതിർപ്പ് നേരിട്ട് അറിയിച്ചു എന്ന തരത്തിൽ ചില വാർത്തകൾ, റിപ്പോർട്ടുകൾ, വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നു. പക്ഷേ പി.ജെ. കുര്യനും രാഹുലും തമ്മിൽ രഹസ്യം പറയുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകരുതെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു കുര്യൻ്റെ മലക്കം മറിച്ചിൽ. പക്ഷെ അതൊരു മലക്കം മറിച്ചിൽ യു-ടേൺ അടിച്ചു എന്ന രീതിയിൽ വിശദീകരിക്കരുത്, വ്യാഖ്യാനിക്കരുത്. രാഹുൽ ഒരിക്കലും തന്നെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നോട് വന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുലും പി.ജെ. കുര്യനുമൊക്കെ മാറി മാറി പറയുകയാണ്. എന്തായാലും രാഷ്ട്രീയ വനവാസമൊക്കെ അവസാനിപ്പിച്ച് പ്രൊഫസർ പി.ജെ. കുര്യൻ കളത്തിലിറങ്ങുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ പോരാട്ടത്തിനിടയിൽ സമവായ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുമെന്ന നിഗമനത്തിലാണ് പി.ജെ. കുര്യൻ കളത്തിലിറങ്ങുന്നത്. അതിനായി തിരുവല്ലയിലാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാണ് നിഗമനങ്ങൾ. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത് എന്നടക്കമുള്ള ഒരു വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഒരു നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പി.ജെ. കുര്യനുമായി രഹസ്യമായി ആശയവിനിമയം നടത്തിയത് എന്താണ് എന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മലക്കം മറിഞ്ഞു എന്നതടക്കമുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് വിവരിക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. നിലവിൽ പി.ജെ. കുര്യൻ മാത്രമാണ് തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ രഹസ്യ പിന്തുണ പി.ജെ. കുര്യൻ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യു.ഡി.എഫിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയിട്ടുള്ള മണ്ഡലമാണ് തിരുവല്ല. ഇത് റാന്നിയുമായി വെച്ചുമാറി തിരുവല്ലയിൽ മത്സരിക്കുവാനാണ് പി.ജെ. കുര്യൻ തയ്യാറെടുക്കുന്നത്. ഇതിനുള്ള ചരടുവലികൾ രഹസ്യമായി തുടങ്ങിക്കഴിഞ്ഞതായാണ് വിവരം. തിരുവല്ലയിൽ പി.ജെ. കുര്യൻ മത്സര രംഗത്തുണ്ടായാൽ സൂര്യനെല്ലി കേസുകൾ പ്രതിപക്ഷം ആയുധമാക്കുമെന്നത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺവേട്ട കഥകൾക്കും കേസുകൾക്കും പിന്നാലെ സൂര്യനെല്ലി സ്ത്രീ പീഡന കഥകൾ കൂടി വീണ്ടും ചർച്ചയിൽ വരുന്നത് കോൺഗ്രസിന് കനത്ത ആഘാതമുണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ജോസഫ് വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന് അണികൾ കാര്യമായി ഇല്ലാത്ത റാന്നി മണ്ഡലം നൽകുന്നതിലൂടെ കനത്ത പരാജയമായിരിക്കും ജോസഫ് ഗ്രൂപ്പിനുണ്ടാകുക എന്ന ഭയവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളായി ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ NDA ക്രമമായ വളർച്ചയാണ് തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നേടിയത്. ഇക്കുറി തിരുവല്ലയിൽ NDA വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ
നിഗമനം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്, രാഹുലിന് അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞെന്ന പ്രചാരണം ശരിയല്ല, മറ്റ് സ്ഥാനാർത്ഥിയിൽ നിന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ആര് നിന്നാലും ജയിക്കുമെന്നാണ് താൻ പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ മറ്റുള്ള പ്രചരണം ശരിയല്ല എന്നതടക്കമുള്ള വിശദീകരണം പി ജെ കുര്യൻ നൽകിയിരുന്നു. ഇത്തരത്തിലൊരു വിശദീകരണം പി ജെ കുര്യൻ നൽകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കാം. ഓരോ വ്യക്തികൾക്കും അവരവർക്ക് പറയാനുള്ള അഭിപ്രായം ഉണ്ടാകും, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പെരുന്നയിൽ വെച്ച് കണ്ട സമയത്ത് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയായിരുന്നുവെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ പറയാത്ത ചില കാര്യങ്ങളാണ് വാർത്തകളിൽ വരുന്നതെന്നും അദ്ദേഹം തന്നോട് പരാമർശിച്ചിരുന്നു. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പി ജെ കുര്യൻ. കുര്യൻ സാറിനോട് അത്തരമൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യം തനിക്കില്ല. അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതേക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖം കൊടുക്കാതെ പോയത് ആ ഒരു വേദിയിൽ വാർത്തയായിരുന്നു, വിവാദമായിരുന്നു. അതിനെക്കുറിച്ചും രാഹുൽ പ്രതികരിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയും ഞാനും സംസാരിക്കുന്നതും സംസാരിക്കാത്തതും കേരളത്തിലെ പൊതുജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമായി തനിക്ക് തോന്നുന്നില്ല എന്നും നിങ്ങളുടെ അറിവിലേക്കായി പറയാം. മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചതാണ്. അതൊന്നും ഇത്ര വലിയ കൗതുക വാർത്തയായി തനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. എന്തായാലും പി ജെ കുര്യൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് വലിയ രീതിയിലുള്ള ചർച്ചയായി. പിന്നാലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞെന്ന പ്രചാരണം ശരിയല്ലെന്നും മാത്രമല്ല തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനെതിരായുള്ള നടപടി പിൻവലിക്കണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ ധാർമ്മികത പ്രശ്നമില്ലെന്ന് പറഞ്ഞ പി ജെ കുര്യൻ CPM ഇല്ലാത്ത ധാർമ്മികത ഇവിടെ എന്തിനെന്നും ചോദിച്ചു. ആരോപണ വിധേയരായ CPM നേതാക്കൾ പദവിയിൽ തുടരുന്നുണ്ടല്ലോ. കോൺഗ്രസ് നേതാക്കളോട് മാത്രം ധാർമ്മിക ചോദ്യം ചോദിക്കുന്ന എന്തിനാണ്? രാഹുലിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും പി ജെ കുര്യൻ പിന്നീട് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും പെരുന്നയിൽ വെച്ച് നടന്ന ആ ചടങ്ങും അതുപോലെ തന്നെ പി ജെ കുര്യൻ്റെ പ്രസ്താവനകളും പിന്നീട് നടത്തിയ പ്രസ്താവനകളും ഒക്കെ വലിയ രീതിയിൽ വിവാദമായി, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു, പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു. അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തിരുത്തി പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം നയിക്കപ്പെട്ടു. എന്തായാലും അദ്ദേഹത്തിന് പെട്ടെന്നുള്ള മാറ്റം എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ശക്തമാകുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് നിലപാട് മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പെട്ടെന്നൊരു പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു നിലപാട് മാറുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വിഷയം ഇപ്പോഴും അതിന്മേലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ VD സതീശന് വലിയ രീതിയിലുള്ള പിന്തുണയുമായാണ് പി ജെ കുര്യൻ രംഗത്ത് വന്നത്. താൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭിപ്രായമായിരുന്നു പി ജെ കുര്യൻ മുന്നോട്ട് വെച്ചത്. ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് നൽകരുതെന്ന് അദ്ദേഹം പരസ്യമായി നിലപാട് സ്വീകരിച്ചു. യുവാക്കൾക്ക് അവസരം നൽകണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുത് എന്ന പരോക്ഷ വിമർശനവും ചില യുവ നേതാക്കളെ ലക്ഷ്യമിട്ട് പി ജെ കുര്യൻ നടത്തി. എന്തായാലും ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.